സിനിമാ മേഖലയിലേക്ക് കടന്നുവന്ന് സിനിമാ ആസ്വാദകരെ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ച കലാകാരിയാണ് KPSC ലളിത. ഒരു കാലത്ത് മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും വിസ്മയിപ്പിച്ച നടി. ആ നടന വിസ്മയം ഓർമ്മയായിട്ട് ഇന്നേക്ക് 3 വർഷം. മറക്കാനാകാത്ത ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള ചലച്ചിത്ര ആരാധകരുടെ മനസ്സിൽ ഇന്നും അവർ ജീവിക്കുന്നുണ്ട്. അഭിനയിച്ച കഥാപാത്രങ്ങളിൽ തൻ്റെതായ ഒരു സ്ഥാനം സൃഷ്ടിക്കാൻ എന്നും ശ്രമിച്ചിരുന്ന നടിയായിരുന്നു KPSC ലളിത. കയ്യിലേക്ക് കിട്ടിയിരുന്ന കഥാപാത്രങ്ങളെ തൻ്റെതായ ശൈലി ഉപയോഗിച്ച് മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കാൻ എന്നും ഈ അത്ഭുത കലാകാരിക്ക് സാധിച്ചിരുന്നു. ഇന്ത്യൻ സിനിമകളിൽ അഭിനയത്തിന്റെ അസാധ്യ തലങ്ങളെ ഇത്രമേൽ പ്രയോജനപ്പെടുത്തിയ ഒരു നടിയുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകും. 1970-ൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയാണ് KPSC ലളിത സിനിമാ അഭിനയ ജീവിതം തുടങ്ങുന്നത്. പിന്നീട് മലയാളത്തിലും തമിഴിലുമായി നല്ല വേഷങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചു. 550-ന് മുകളിൽ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നാടകത്തിൽ നിന്നുമാണ് KPSC ലളിത മലയാള സിനിമയിലേക്ക് എത്തിയത്. ഞാനൊരു നാടക നടിയായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു ലളിതയെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. ഭർത്താവിൻ്റെ വിയോഗം ഒരു കാലത്ത് അവരെ ഏറെ തളർത്തിയിരുന്നു. പ്രിയപ്പെട്ടവൻ്റെ മരണത്തിനു ശേഷം കുറച്ചുനാൾ സിനിമയിൽ നിന്നും മാറി നിന്നിട്ടുമുണ്ട്. ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ എന്ന് മതിലുകൾക്കപ്പുറം നിന്ന് ചോദിക്കുന്ന ബഷീറിൻ്റെ നാരായണിയെ മറക്കാൻ ഇന്നും മലയാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. ശബ്ദം മാത്രമേ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിലും അത്തരമൊരു കഥാപാത്രം ലളിതയേക്കാൾ ഭംഗിയായി ചെയ്യാൻ മറ്റൊരാളില്ല എന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യനന്ദിക്കാടിൻ്റെ മനസ്സിനക്കരയിലെ കുഞ്ഞുമറിയയെ മറക്കാൻ മലയാളികൾക്കാകില്ല. കൊച്ചു ത്രേസ്യയുടെ പേരക്കുട്ടികൾക്ക് പലഹാരപ്പൊതിയുമായി ഓടി വരുന്ന കുഞ്ഞുമറിയ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. സ്നേഹത്തിനു വേണ്ടി നത്തുനാരായണന്റെ പിറകെ പോകുന്ന ഓമന എന്ന കഥാപാത്രം മലയാളികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴ്ത്തി. തൻ്റെ ഇഷ്ടം പറയുമ്പോൾ നാരായണൻ നിരസിക്കുന്നതും അത് കേൾക്കുമ്പോൾ ഓമനയ്ക്കുണ്ടാകുന്ന സങ്കടങ്ങളും മാനസിക വിഷമങ്ങളുമെല്ലാം ഒട്ടും താഴേക്ക് പോകാതെ KPSC ലളിത പ്രേക്ഷകർക്ക് മുൻപിൽ അഭിനയിച്ചു തകർത്തു. വാൽക്കണ്ണാടിയിലെ കുട്ടിയമ്മ, ഗോഡ് ഫാദറിലെ കൊച്ചമ്മിണി, സ്ഫടികത്തിലെ മേരി, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിലെ കൗസല്യ എന്നിങ്ങനെ നിരവധി ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകാൻ KPSC ലളിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തം, അമരം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും, നീലപ്പൊന്മാൻ, ആരവം, അമരം, കടിഞ്ഞൂൽ കല്യാണം, ഗോഡ് ഫാദർ, സന്ദേശം എന്നീ ചിത്രങ്ങൾക്ക് 2ാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും KPSC ലളിത സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാള സിനിമയിലെ കഥാപാത്രങ്ങളിലെ പോലെ തന്നെ ജീവിതത്തിലും നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു KPSC ലളിത. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും അവർ ഒരു മടിയും കാണിച്ചിരുന്നില്ല. ലളിത എന്നത് വെറും പേര് മാത്രമായിരുന്നില്ല. വഴിയിലും മൊഴിയിലും ലാളിത്യമാണ് തെളിഞ്ഞു നിന്നത്. അവതരിപ്പിക്കുന്ന ഓരോ കഥാപാത്രത്തിലും ആത്മവിശ്വാസത്തോടെ അനായാസ്യമായി അവർ ലാളിത്യത്തിന്റെ കയ്യൊപ്പ് ചാലിച്ചു. കഥാപാത്രങ്ങളെ അത്രമേൽ സ്വാഭാവിക തനിമയോടെയാണ് അവർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. മകളായും മരുമകളായും അമ്മായിയമ്മയായും അമ്മയായും മുത്തശ്ശിയായും ഒക്കെയുള്ള വേഷപ്പകർച്ചകൾക്കൊടുവിൽ ചമയങ്ങൾ അഴിച്ചുവെച്ച് അരങ്ങൊഴിഞ്ഞപ്പോൾ KPSC ലളിതയ്ക്ക് വേണ്ടി മലയാളികളുടെ കണ്ണ് നിറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രിയ കലാകാരി, നിങ്ങൾ ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും.